ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് കേസിൽ ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെതിരെ ആഞ്ഞടിച്ച് മുരളീധരപക്ഷം. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പിൽ നേതൃത്വത്തിന് ഒഴിഞ്ഞുമാറാനാവില്ലെന്ന് കോർ കമ്മിറ്റിയിൽ വിമർശനം. തട്ടിപ്പ് നടത്തിയവരെ നിയമിച്ചത് സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി എന്നും നേതാക്കൾ. ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും സുരേഷിനെ മാറ്റിയേ തീരൂവെന്ന് വി മുരളീധരൻ. തൃശൂർ ഓഫീസിൽ നിന്നും കോടികൾ മാറ്റിയത് എങ്ങോട്ടെന്ന് അറിയണമെന്ന് ബി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഉപ്പുതിന്നവർ വെള്ളം കുടിക്കുമെന്ന് യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ. വിവരങ്ങളുമായി വി എസ് അനു ചേരുകയാണ്. വി എസ് അനു, ഈ തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് കേസ് ജനങ്ങളുമായി യാതൊരു പ്രതിബദ്ധതയുമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. അതേസമയത്താണ് ഈ കോർ കമ്മിറ്റിയിൽ ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളും പരസ്പര പഴിചാരലും നടക്കുന്നുള്ളത്. ഇപ്പോൾ സുരേഷിനെതിരെയാണ് മുരളീധരപക്ഷം. ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം വന്നതിന് ശേഷം ചേർന്ന കോർ കമ്മിറ്റിയിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ബിജെപിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷിനെതിരായിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉയർന്നത്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പൊക്കെ നടന്നത് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചാണ്. ഈ തട്ടിപ്പ് നടത്തിയവരെ ആ സ്ഥാനങ്ങളിൽ നിയമിച്ചത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എസ് സുരേഷാണ്. അതുകൊണ്ട് തന്നെ സുരേഷിന് ഈ പറയുന്ന തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സുരേഷിനെതിരെ നടപടി വേണം, സുരേഷിനെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണം എന്നുള്ളതാണ് വി മുരളീധരൻ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും. അവർ വിമർശനം ഇക്കാര്യത്തിലാണ് ഉന്നയിച്ചിരിക്കുന്നത്. സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സുരേഷിനെ മാറ്റണമെന്ന് ബിജെപിയുടെ MLA മുൻ സംസ്ഥാന പ്രസിഡന്റുമായിട്ടുള്ള വി മുരളീധരൻ തന്നെ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടു. മറ്റൊന്ന്, സംസ്ഥാന വൈസ് പ്രസിഡന്റുള്ള കെ സോമനെതിരെ അതിരൂക്ഷമായ വിമർശനം വി മുരളീധരൻ പക്ഷം ഇന്ന് യോഗത്തിൽ ഉന്നയിച്ചു. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്ന കെ സോമനെതിരെ തട്ടിപ്പിന്റെ ഗുരുതരമായ തെളിവുകൾ സംസ്ഥാന നേതൃത്വം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കെ സോമനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് അങ്ങേയറ്റം ലജ്ജാകരമായ നടപടിയാണെന്നും കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ പാർട്ടിയുടെ വിശ്വാസ്യത തന്നെ തകരുമെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. അതേസമയം തൃശൂർ ഓഫീസിൽ നിന്നും കോടിക്കണക്കിന് രൂപ മാറ്റിയെന്നുള്ള ആരോപണം, അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളാണ് ഇന്ന് ബി ഗോപാലകൃഷ്ണൻ കോർ കമ്മിറ്റിയിൽ ഉന്നയിച്ചത്. അതായത് ഇൻകം ടാക്സ്, അതായത് ആദായനികുതി വകുപ്പിന്റെ പരിശോധന വരുന്നുണ്ട്, പണം മാറ്റണം എന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആരാണ് ആവശ്യപ്പെട്ടത്? പാർട്ടിയുടെ പണം നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് തിരികെ പിടിക്കണം, അത് തിരികെ എത്തിക്കണം എന്നുള്ള കാര്യങ്ങളും അദ്ദേഹം ഇന്ന് ബി ഗോപാലകൃഷ്ണൻ ഇന്ന് യോഗത്തിൽ ആവശ്യപ്പെട്ടു. മറ്റൊന്ന്, ഈ ആരോപണങ്ങൾ രൂക്ഷമായതോടുകൂടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമൻ പരിഭവമായി രംഗത്തെത്തി. കാരണം കഴിഞ്ഞ തവണയും തിരഞ്ഞെടുപ്പ് സമയത്തും ഈ സമാനമായ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് എല്ലാവരെയും പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയും എല്ലാ നേതാക്കളും ഗ്രൂപ്പ് മറന്നുകൊണ്ട് തന്നെ രംഗത്തെത്തി. പക്ഷേ ഇത്തവണ തന്നെ രാഷ്ട്രീയ എതിരാളികൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. പാർട്ടി ഇക്കാര്യത്തിൽ ആരെയും സംരക്ഷിച്ചില്ല എന്നുള്ള പരിഭവം കെ സോമൻ ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വെച്ചെങ്കിലും രാജീവ് ചന്ദ്രശേഖരൻ തന്നെ, അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ ഏറ്റവും അടുത്ത ആളുകളാണ് ഇവരൊക്കെ നേരത്തെ ആരോപണം, വി മുരളീധരൻ പക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്ന് പക്ഷേ മറ്റൊരു നിലപാടാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ യോഗത്തിൽ സ്വീകരിച്ചത്. ഇത് നിങ്ങളെല്ലാവരും കൂടി പാർട്ടിയെ അങ്ങേയറ്റത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഉപ്പ് തിന്നവർ എല്ലാവരും വെള്ളം കുടിക്കും എന്നുള്ള ഒരു സൂചനയും ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ കോർ കമ്മിറ്റി യോഗത്തിൽ നടത്തിയിട്ടുണ്ട്. അതായത് അതിരൂക്ഷമായി പുറത്ത് നേതാക്കൾ അത് പ്രശ്നമില്ല, ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി പാർട്ടിയിൽ വളരെ ഗുരുതരമായ ഒരു വിഷയമായി ബിജെപി സ്റ്റേറ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ഫണ്ട് തട്ടിപ്പിൽ നേതൃത്വത്തിന് ഒഴിഞ്ഞുമാറാനാകില്ല എന്നതാണ് ഇപ്പോൾ മുരളീധര പക്ഷം പറയുന്നത്. അതായത് ഭരണപക്ഷത്തിനെതിരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ ആഞ്ഞടിക്കുകയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും ബിജെപിയെ സംബന്ധിച്ച് നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം ബിജെപിയിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് വി മുരളീധരൻ പക്ഷത്തെ വി മുരളീധരൻ, കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ പല നേതൃയോഗങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നു എന്നടക്കമുള്ള വിമർശനങ്ങളുണ്ട്. ഇന്നത്തെ യോഗത്തിൽ മുൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ വി മുരളീധരൻ പക്ഷം അതിരൂക്ഷമായ വിമർശനം ഇന്നത്തെ യോഗത്തിൽ ഉന്നയിച്ചു. പ്രത്യേകിച്ച് പാർട്ടിക്ക് 3 സീറ്റുകൾ നേടി മികച്ച ഒരു വിജയം ഇത്തവണ
തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞെങ്കിലും പിന്നീടുണ്ടായ ഈ ഫണ്ട് വിവാദം പാർട്ടിയെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കി പാർട്ടിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന കമ്മിറ്റിയോ അല്ലെങ്കിൽ സംസ്ഥാന ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ഈ വലിയ തട്ടിപ്പിൽ നടപടിയെടുത്തില്ല എങ്കിൽ അത് പാർട്ടിയുടെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കും. അക്കാര്യത്തിൽ കർശന നടപടി വേണമെന്നുള്ള കൃത്യമായ അത് ശക്തമായ നിലപാടാണ് വി മുരളീധരൻ പക്ഷം ഇന്നത്തെ യോഗത്തിൽ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ബി.ജെ.പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സംഘടനാ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി എസ് സുരേഷിനെതിരെ കടന്നാക്രമിക്കുകയാണ് വി മുരളീധരൻ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന മറ്റ് അംഗങ്ങളും. ശരി, എന്തായാലും എസ് സുരേഷിനെ മാറ്റണമെന്ന് തന്നെയാണ് വി മുരളീധര പക്ഷം ഇപ്പോൾ പറയുന്നുള്ളത്. ബി.ജെ.പി തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പ് ഭരണപക്ഷം അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് മുരളീധര പക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. വിവരങ്ങളാണ് വി എസ് അനു നൽകിയത്.